വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡായ സാപ്പി വണ്ണം കുറഞ്ഞിട്ടില്ലേ? നോക്കൂ, ശരിക്കും നിന്നാലാണ് വണ്ണം കുറഞ്ഞത് അറിയുള്ളൂ. എന്താ ഇരുന്നറിയില്ല, ഇരിക്കുമ്പോൾ നോക്കൂ, ഇരിക്കുമ്പോൾ അധികം അറിയണില്ല, നിന്നാലാണ് അറിയുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് തമ്പനിയിൽ കണ്ട പോലെ നമുക്കൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ കാണിച്ചു തരാം. എന്നും വീട്ടിലത്തെ കാര്യങ്ങളല്ലേ ഞാൻ കാണിച്ചു തരാറുള്ളൂ. അപ്പൊ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. നല്ല കാര്യമല്ലേ സാപ്പി? അപ്പോൾ നമ്മള് ഇന്ന് ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാണ്ട്. അപ്പൊ മോഡലിന് ഞാൻ കാണിച്ചു തരാം. മോഡൽ വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവളെ എടുത്തിട്ട് നമ്മൾ ഷോപ്പിലേക്ക് പോകും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ആംബ്രു വീട്ടിൽ ഉറങ്ങുകയാണ്. നല്ല മഴയാണ് കേട്ടോ, പെട്ടെന്നുള്ളൊരു മഴയാണ്. ഇന്നലെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ നിറച്ച് കോടൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാം. ഇപ്പോൾ സമയം എത്രയും 10 മണിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് 2500 സബ്സ്ക്രൈബർ സാബി. എന്ത് ചിരിക്കണ്, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. എനിക്കതിൽ നല്ല സന്തോഷമുള്ളൂ. നിനക്ക് 2500 പറയുമ്പോ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. മോഡൽ എത്തിയിട്ടുണ്ട്. മോഡൽ വരൂ. എന്തൊരു പാവം. എന്തെങ്കിലും പറയൂ. പേരെന്താ? വീടെവിടെ? പറഞ്ഞു. പേര് സുമയ്യ എന്നാണ്. ഞങ്ങള് സുമാന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ഷോപ്പിലേക്ക് പോവാ അല്ലേ? എന്നിട്ട് നിന്റെ മുഖത്ത് ഞാൻ ഒരു താജ്മഹൽ പണിയും. വെൽക്കം. അപ്പൊ ഗൈസ് കാണാം. വടക്കാഞ്ചേരിയിലുള്ള ഹന ട്രിങ്കറ്റ്സ് എന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഷൂട്ടിനുള്ള ഡ്രസ്സും അതുപോലെ ജ്വല്ലറി ഒക്കെ നമ്മൾ എടുത്തത്. ഷോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലത്തെ ഔട്ട്ഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ജ്വല്ലറി ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെത്തി നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ അല്ലേ? ഞാൻ മേക്കപ്പിന്റെ എല്ലാം ഫുൾ ആയിട്ട് കാണിക്കണമെന്നില്ല, അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അത് നമുക്ക് വേറൊരു വ്ളോഗ് എടുക്കാം. ഇന്ന് അതെടുക്കാനൊന്നും നേരം വൈകും. അപ്പൊ നമുക്ക് ഇനി എന്തായാലും മേക്കപ്പിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ അവളെ ഫേസ് വാഷ് ചെയ്തിട്ട് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മേക്കപ്പ് തുടങ്ങിയിട്ട് കാണാം ഗൈസ്. ബൈ. യൂട്യൂബിനായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഞാൻ മെയിനായിട്ട് റീലും അതുപോലെ ഷോർട്സ് ഒക്കെ എടുക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാൽ മതി. പിന്നെ ഒരു പാട്ടൊക്കെ സുമി ലാസ്റ്റ് പാടുണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾ കേൾക്കണം. ഞാൻ എന്തായാലും നമ്മുടെ ദേശീയ ഗാനം യൂട്യൂബിലുള്ള ആ ഒരു മെയിൻ എൻ്റെ ഒരു പാട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ഇട്ട് തരാം ഗൈസ്. मस्तानी हो गई दीवानी हाँ दीवानी दीवानी हो गई. മേക്കപ്പ് ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞ്. അപ്പൊ ഇടയിൽ ഞാൻ എടുക്കാൻ വിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടായോ എനിക്ക്? സൂപ്പറായിട്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ബാക്കിലത്തെ ക്ലിപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബാക്ക് ക്യാമറ കൊണ്ട് നമുക്ക് ഇനി ഫോട്ടോ എടുക്കാം. ഞങ്ങൾ ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാല്ലേ? നമുക്കിന്ന് എന്തായാലും പുറത്ത് വെച്ചിട്ട് ഷൂട്ട് നടത്താൻ പറ്റില്ല എന്ന് നമ്മൾ രാവിലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഹന ട്രിങ്കറ്റ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഷൂട്ട് നടത്താന്നാണ് വിചാരിച്ചേക്കണത്. അപ്പൊ നേരെ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഷൂട്ട് എത്ര നാളത്തെ ഒരു ചർച്ചയ്ക്ക് ശേഷം അറിയൂ സംഭവിക്കുന്നത് ഗൈസ്. സുമി കോയമ്പത്തൂരാണ്. അപ്പൊ നാട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാപ്പിക്ക് ഒഴിവുണ്ടോ നോക്കണം, കാരണം എന്നാലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഇങ്ങനെ മുന്നോട്ട് ഇത് നീണ്ടുപോയി ഗൈസ്.
സത്യം പറഞ്ഞാൽ വൈകിയാൽ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവൾക്ക് നന്നായി ചേരുണ്ട് ആ ഒരു ഡ്രസ്സും ഓർണമെന്റ്സും ഹെയർ സ്റ്റൈലും ഒക്കെ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒന്നുമെന്ന് ഊരാൻ ശ്രമിക്കുകയാണ് കേട്ടോ. സംഭവം എനിക്ക് പാവം തോന്നി, കാരണം കുറെ നേരം എടുത്തിട്ടുണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാനും അതുപോലെ ഈ ഒരു ഷൂട്ടിനൊക്കെ ആയിട്ട്. ആൾക്ക് മെയിൻ ആയിട്ട് വർത്താനം പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ അത്രയും നേരം വേഗമാണ് എന്താ റെഡി ആവുമ്പോഴൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ കൂടിയ വായ നമ്മൾ അടച്ചു വെക്കില്ലല്ലോ, ആ ഒരു പ്രശ്നം മാത്രമുള്ളൂ ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സും ജ്വല്ലറി എല്ലാം ഊരി കഴിഞ്ഞിട്ട് സാപ്പിനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. സാപ്പി നമുക്ക് ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പലഹാരം വാങ്ങിക്കാൻ വേണ്ടി പോയിക്കാണ്. ഇപ്പം മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ കുറഞ്ഞു. നമ്മളൊരു 5 മണി 5:30 ആകുമ്പോൾ കഴിയണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിയുമ്പോൾ 6:30 6:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സാപ്പി വന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ സാപ്പി അവിടെ ഇരുന്നിട്ട് കാർഡ് കോപ്പി ചെയ്യാണ് കേട്ടോ. നമുക്ക് ഏതൊക്കെ ഫോട്ടോയാണ് വേണ്ടിയെന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇതാ സുമി ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അവിടെ ഉമ്മയും ആമ്പറും ഉണ്ട്, അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കഴിക്കുകയാണ്. ശരിക്കും എല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ ഇരുന്നപ്പോഴാണ് കേട്ടോ ഇത്രയും ടയേർഡാന്ന് മനസ്സിലായത്. ഇതൊരു കുഞ്ഞു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അധികം ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ ഒന്ന് കഴിഞ്ഞു. നല്ല ടയേർഡാണ്. പിന്നെ എൻ്റെ ടീഷർട്ടാരും നോക്കണ്ട, വളരെ നല്ല പഴയ ഒരു ടീഷർട്ടാണ്. കാരണം നമ്മളിങ്ങനെ ടയേർഡായിട്ട് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു പഴയ ഡ്രസ്സിടുന്ന സുഖം ഉണ്ടല്ലോ, എന്നെ പോലെയുള്ളവർക്ക് മാത്രമാണ് ഗൈസ് അറിയുള്ളൂ. അപ്പൊ ഞാൻ ഫ്രഷായി ഫുഡ് കഴിച്ച് ഒന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്. സുമി ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വേഗം പോയിട്ടാ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവരോടും ഗുഡ് നൈറ്റ്, ബൈ ബൈ.